ബാംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി അമീർ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ്റെ പേരിൽ ഒരു പ്രസ്താവന കേരളത്തിലെ ലെഫ്റ്റ് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി വന്നു. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ വേശ്യകളെ പോലെയാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അങ്ങനെ പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി അവിടെ അധികാരത്തിൽ വന്നില്ല എന്നുള്ളത് ഹാവൂ എന്ന ഒരു ആശ്വാസം. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എല്ലാറ്റിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു നറേറ്റീവ് ഒരു ഭാഗത്ത്, അതല്ല നമുക്കറിയാം ഇസ്ലാമോഫോബിക് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രിൻസിപ്പൽ പാർട്ടിയായിട്ടുള്ള ഏറ്റവും ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് നമ്മൾ സാമാന്യമായി ധരിക്കപ്പെടുന്നൊരു പാർട്ടി അങ്ങേയറ്റം വഷളായ ഇസ്ലാമോഫോബിക് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് മുൻനിർത്തി പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക് കണ്ടൻറ്റുകൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അവിടുത്തെ ബാംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി അമീർ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ്റെ പേരിൽ ഒരു പ്രസ്താവന കേരളത്തിലെ ലെഫ്റ്റ് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി വന്നു. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ വേശ്യകളെ പോലെയാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അങ്ങനെ പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിട്ടുണ്ട്, വ്യാജമായ പ്രസ്താവന. പക്ഷേ അതേക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ പ്രസ്താവന ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ സൗകര്യം എന്താണ്? ഇവിടെ ആരും അതിന് അങ്ങനെയല്ലെന്ന് പറയാൻ, കാരണം ബാംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇനി ആരെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഫാക്ച്വലി ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനെന്താക്കും? അവനെ വിദേശിയും അല്ലെങ്കിൽ വിദേശ മതമൗലികവാദ സംഘടനയുടെ ആളാക്കി മാറ്റും. അപ്പോൾ ആ നിലയ്ക്ക് ബംഗ്ലാദേശിനെ മുൻനിർത്തി വലിയ തോതിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവിടെ എങ്ങാൻ ജമാഅത്ത് ഇസ്ലാമി ജയിക്കുകയും ഏതെങ്കിലും ഒരാൾ ഓട്ടോറിക്ഷ തട്ടി മരിക്കുകയും ചെയ്താൽ VD സതീശൻ പോലും മറുപടി പറയേണ്ട ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടിയെന്നുള്ള നിലയ്ക്ക് മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കഴിഞ്ഞു.